പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രത്തിനോട് തൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേദ പറയുന്ന സമയത്തിന് വിക്രം അതിനൊന്നും സമ്മതിക്കുന്നില്ല. നിനക്ക് അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ നീ തനിച്ചങ്ങ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരിക്കട്ടെ വിക്രം വേദയോട് സംസാരിക്കുന്നത്. അന്നേരം വേദ പറഞ്ഞിട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ വരണ്ട. നല്ലൊരു കാര്യം നടക്കുന്ന സമയത്തിന് അത് നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞത്. നിങ്ങൾക്കത് കാണാൻ യോഗമില്ല, അതുകൊണ്ട് നിങ്ങൾ ഏതായാലും എൻ്റെ കൂടെ വരണ്ട എന്ന് തന്നെയായിരിക്കും വേദ മറുപടി പറയുന്നത്. പിന്നീട് അങ്ങനെ വേദ വിക്രത്തിൻ്റെ ഷർട്ടൊക്കെ അയൺ ചെയ്ത് കൊടുക്കുന്ന സമയത്തിന് അതിൻ്റെ കൂലിയായിട്ട് 30 രൂപ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കട്ടെ വിക്രം. ഇത് കാണുന്ന സമയത്തിന് വേദക്ക് സങ്കടമായിരിക്കും. വിക്രത്തിനിട്ട് തിരിച്ച് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് വേദ ചോദിക്കുന്നുണ്ട്, അതെ അന്ന് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിന് പകരമായിട്ട് നിങ്ങൾക്ക് കൂലിയായിട്ട് ഞാൻ നിങ്ങൾക്കൊരു 1000 രൂപ തന്നാൽ മതി ഒന്ന് തിരിച്ചു ചോദിക്കും. അന്നേരം വേദയുടെ ഈ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരും. വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണ് നീ വിചാരിച്ച് വെച്ചേക്കുന്നത്? ഞാൻ എന്താ കൂലിക്ക് താലി കെട്ടുന്ന ആളാണോ നീ വിചാരിച്ച് വെച്ചേക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ ഞാൻ ചെയ്തതിന് നിങ്ങൾക്ക് എനിക്ക് കൂലി തരാം, അപ്പോൾ നിങ്ങൾ ചെയ്തതിന് ഞാൻ നിങ്ങൾക്ക് അങ്ങ് കൂലി തരുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം വരുമല്ലോ. ഇപ്പം തന്നെ ഒരു 3-4 തവണയെങ്കിലും നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ, എന്നിട്ടെന്താ ഇപ്പോഴും നിങ്ങൾക്ക് വെറും ഒരു വേലക്കാരിയായിട്ടാണോ എന്നെ കാണുമ്പോൾ തോന്നുന്നത്? നിങ്ങളിപ്പോഴും എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ കാരണം തന്നെയായിരിക്കും അടിച്ചു പൊട്ടിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങനെ ഭീഷണിപ്പെടുത്താണ് വിക്രത്തിനെ. വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് ശരിക്കും അങ്ങ് പേടിയാട്ടോ. വേദ പറഞ്ഞിട്ട് ഏതായാലും നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ എല്ലാവരും എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു, ഇനി ഏതായാലും എൻ്റെ കളികളൊക്കെ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കും വേദ അവിടെ നിന്നും പോകുന്നതിന് മുൻപായിട്ട് തന്നെ വിക്രത്തിനെ ഒന്നുകൂടി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേദ ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഷർട്ട് അയൺ ചെയ്ത് തന്നതിന് നിങ്ങൾ എനിക്ക് പണം തന്നു എന്ന കാര്യം ഞാൻ അച്ചമ്മയോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കാണ് വേദ. ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രമിന് അങ്ങ് പേടിയാവാണ്. കാരണം അച്ചമ്മയിലെ ആള്, അച്ചമ്മ ഈ കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ വരെ പബ്ലിഷ് ചെയ്യും. അതുകൊണ്ട് അച്ചമ്മയോട് എങ്ങാനും ഇവള് പോയി പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം ഒന്നും മിണ്ടാതെ അങ്ങനെ പഞ്ചപുച്ഛം മടക്കി നിൽക്കുമായിരിക്കട്ടെ വേദയുടെ മുന്നിൽ. വിക്രത്തിൻ്റെ മുഖം കാണുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് തൽക്കാലത്തിലേക്ക് ഇത് ഞാനൊന്നും പറയുന്നില്ല, ഇനി മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആവർത്തിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കും വേദ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അങ്ങനെ വേദ ഏതായാലും അമ്പലത്തിലേക്ക് ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് തന്നെയായിരിക്കട്ടെ വിക്രം മാറ്റി റെഡി ആയിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. വിക്രത്തിനെ കാണുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, എന്നെ എന്നാൽ അമ്പലത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കും. അന്നേരം വിക്രത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കും അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചമ്മ അവിടെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദയുടെ ഈ ഒരു ആവശ്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഏതായാലും വാ കയറ് എന്നൊക്കെ പറയും വിക്രം ഏതായാലും വേദയെ കൂട്ടിയിട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നത്, അല്ല നീ എന്തിനാ ഇപ്പം പെട്ടെന്ന് പിടിച്ച് അമ്പലത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കും. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഞാൻ അവിടെ ശ്രീയേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് താൻ അമ്പലത്തിലേക്ക് പോകുന്നത് എന്ന കാര്യം വേദ വിക്രമിനോട് പറയും. എന്താ വിക്രം നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, ഇത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള സംസാരമാണ്, അതിനിടയ്ക്ക് ഞാൻ ഏതായാലും നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ശരി വിക്രം വരണ്ട എങ്കിൽ പിന്നെ എന്നെ അമ്പലത്തിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയിക്കോളൂ എന്ന് പറയാണ് വേദ. അങ്ങനെ വേദ പറഞ്ഞതനുസരിച്ച് വിക്രം ഏതായാലും വേദയെ ആ അമ്പലനടയിൽ അവിടെ ഇറക്കി വിട്ടിട്ട് അവിടെ നിന്നും ബൈക്ക് എടുത്ത് പോവാട്ടോ വിക്രം. വേദ ഏതായാലും അമ്പലത്തിലേക്ക് എത്തിയിട്ട് കുറേ അധികം വെയിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ശ്രീകാന്ത് വേദയെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. ശ്രീകാന്തിന് മനസ്സിലാവും തന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വേദ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും തന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എന്ന കാര്യമൊക്കെ ശ്രീകാന്തിന് മനസ്സിലാവുകയാണ്. വിക്രം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെ ഭീഷണിപ്പെടുത്തി പോയതാണല്ലോ, അതിനെപ്പറ്റിയിട്ട് ചോദ്യം ചെയ്യാൻ തന്നെയായിരിക്കും വേദ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ശ്രീകാന്ത് ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് വരുന്നത്. ശ്രീകാന്തിനെ കാണുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തേട്ടൻ്റെ പണി ഇനിയും നിർത്താറായിട്ടില്ലേ? എന്ത് നാണം കെട്ട പണിയാണ് ശ്രീകാന്തേട്ടൻ വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശ്രീകാന്തേട്ടൻ ഇങ്ങനൊരു നീചപ്രവൃത്തി ചെയ്ത സമയത്ത് നമ്മുടെ അച്ഛൻ പോലും അതിന് കൂട്ടുനിന്നു എന്നാണ് എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. പക്ഷേ എൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കില്ല എന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരെ കൊല്ലാനുള്ള ക്രൂരമായിട്ടുള്ള മനസ്സൊന്നും എൻ്റെ അച്ഛനില്ല. അച്ഛനൊരു പക്ഷേ എന്നോട് ചില ദേഷ്യമൊക്കെ കാണും. എന്നോടുള്ള ദേഷ്യം കൊണ്ടൊരിക്കലും വിക്രത്തിനെ കൊല്ലാനൊന്നും അച്ഛൻ പറയില്ല എന്ന കാര്യം എനിക്കറിയാമെന്ന് പറയാട്ടോ വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്ത് ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കായിരിക്കും. ആ സമയത്തിന് വേദ പറയുന്നുണ്ട്, ഇതേതായാലും ശ്രീകാന്തേട്ടനും ശങ്കരമാമനും കൂടി ഒപ്പിച്ച പണിയാണെന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഒരിക്കലും ഏട്ടൻ ഈ ഒരു കാര്യം ആവർത്തിക്കരുത്. ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ തന്നെയായിരിക്കും നാണം കെടാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്നിട്ട് വിക്രത്തിനെ കൊന്നിട്ട് പോയാൽ പോലും ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അതിന് ഏട്ടൻ എത്ര വിചാരിച്ചിട്ടും ഒരിക്കലും അത് നടക്കാൻ പോവാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീകാന്തിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കട്ടെ വേദ അവിടെ നിന്നും പോകുന്നത്. വേദ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുക്കുന്ന സമയത്തിന് ശ്രീകാന്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരുന്നുണ്ടെങ്കിലും വേദയുടെ അടുത്ത് അതൊന്നും പ്രതികരിക്കാൻ കഴിയാതെ ഇങ്ങനെ ദേഷ്യം മടക്കി പിടിച്ച് നിൽക്കുമായിരിക്കും.
വേദ തന്നോട് പറഞ്ഞ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യത്തിൽ ശ്രീകാന്ത് വിക്രത്തിനിട്ട് നല്ലൊരു മുട്ടമണി തന്നെ ഒപ്പിച്ചു കൊടുക്കുന്നു. ശ്രീകാന്ത് അവിടെ നിന്ന് നേരെ പോയിട്ട് ഒരു ബ്രോക്കറിനെ കാണുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിനെ അറിയാതെ ഒരു പെണ്ണ് കേസിൽ കുടുക്കിയിട്ട് എന്നേക്കുമായിട്ട് വിക്രത്തിനെ ജയിലിൽ അടക്കാമെന്നൊക്കെ ആയിരിക്കും ശ്രീകാന്തിൻ്റെ തീരുമാനം. ആ ഒരു വഴിയിലൂടെ മാത്രമേ ഇനി വേദയെ തനിക്ക് എന്നേക്കുമായിട്ട് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കട്ടോ ശ്രീകാന്ത് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു നാടകത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛനെയും അമ്മയെയും മോളെയും സെറ്റാക്കും. എന്നിട്ട് അവർക്ക് 3 പേർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് വിനായകനെ വിളിച്ചുകൊണ്ട് തന്നെ വിക്രത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാടക വീടൊക്കെ ഏർപ്പാടാക്കുന്നത്. സുധാകര മാഷിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വാടക വീട്ടിൽ തന്നെയായിരിക്കും ഇവരെ കൊണ്ടുപോയിട്ട് വിനായകൻ പാർപ്പിക്കുന്നത്. അതോടുകൂടി തന്നെ മാഷിൻ്റെ വീട്ടുകാരും ഈ വീട്ടുകാരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തിയെടുക്കും. ഇവരെന്തോ കാര്യമായിട്ട് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ വന്ന് താമസിക്കുന്നു എന്ന രീതിയിലായിരിക്കട്ടോ മാഷിൻ്റെ വീട്ടുകാരൊക്കെ അവർ പറഞ്ഞ് വിശ്വസിച്ച് വെച്ചേക്കുന്നത്. വിനായകൻ ഇങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും അത് വിക്രത്തിന് കൊടുക്കാനാണ് എന്ന കാര്യമൊന്നും വിനായകൻ അറിയാം. ശ്രീകാന്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു വാടക വീട് സെറ്റാക്കിയെന്നേ. വിക്രത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഇവർ താമസിക്കുന്നത് കൊണ്ട് തന്നെ എന്താവശ്യത്തിനും എന്തിനും ഏതിനും ഇവർ സഹായം തേടുന്നത് വിക്രത്തിനോടായിരിക്കും. കാരണം ശ്രീകാന്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്ന ഈ ഒരു പെണ്ണ് കേസിൽപ്പെട്ടാൽ ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ അവരെ സംശയം തോന്നരുത്. വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും അവരെ ഒരിക്കലും സംശയം തോന്നരുത് എന്ന രീതിയിലായിരിക്കട്ടോ മാസ്റ്റർ പ്ലാനിൽ തന്നെയായിരിക്കും അവർ കളിക്കുന്നത്. മനഃപൂർവ്വം വിക്രത്തിൻ്റെ തലയിലേക്ക് ആ ഒരു പെണ്ണ് കേസിലിട്ട് വിക്രത്തിനെ കുരുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന കാര്യമൊന്നും വിക്രം അറിയുന്നില്ല. അച്ചമ്മ വേദയോട് പറഞ്ഞിട്ട് മോളെ വേദ, വിക്രത്തിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. വിക്രത്തിനെ താൻ മാറ്റിയെടുക്കുമെന്ന് ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരിക്കും വേദ നടക്കുന്നത്. വേദക്ക് കട്ട സപ്പോർട്ടായിട്ട് അച്ചമ്മ കൂടെയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ അച്ചമ്മ പറയുന്നത് വിക്രത്തിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യ സ്റ്റെപ്പായിട്ട് വേണ്ടത് വിക്രത്തിനൊരു ജോലിയാണ്. ആദ്യം തന്നെ വിക്രത്തിനൊരു ജോലി സെറ്റാക്കി എടുക്കണമെന്നാട്ടോ അച്ചമ്മ പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വിക്രത്തിന് മാത്രമല്ല അച്ചമ്മേ, എനിക്കും നല്ലൊരു ജോലി, അതെനിക്ക് എൻ്റെ അച്ഛനോടുള്ള കടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ ഏതായാലും വീണ്ടും ആ ഒരു വക്കീൽ വേഷം ധരിക്കാൻ തീരുമാനിക്കും. എന്നാൽ വേദ വീണ്ടും ഒരു വക്കീൽ വേഷം അണിഞ്ഞു എന്നറിഞ്ഞതോടുകൂടി തന്നെ ശങ്കരനാരായണൻ അത് ഭയങ്കര സന്തോഷമായിരിക്കും. ശങ്കരനാരായണൻ ഭയങ്കര സന്തോഷത്തോടുകൂടി പത്മത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് പഠിച്ച പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതം എന്ന് പറയുന്നത് നരകതുല്യം തന്നെയായിരിക്കും. എന്നാൽ ആ കാര്യങ്ങളെല്ലാം തന്നെ മറികടന്ന് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കട്ടോ വേദ വക്കീൽ വേഷം ധരിക്കുന്നത്. ശ്രീകാന്ത് പറഞ്ഞതനുസരിച്ച് കൊണ്ട് തന്നെ ആ ഒരു വീട്ടുകാരെല്ലാവരും ചേർന്നിട്ട് വിക്രത്തിനെ ആ ഒരു പെണ്ണ് കേസിൽ കൊടുക്കുന്നു. എന്നാൽ തൻ്റെ വിക്രം ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു കേസ് കോടതിയിലേക്ക് എത്തുമെന്ന് മാത്രമല്ല ആ ഒരു കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് വേദ തന്നെയായിരിക്കട്ടോ അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നത്. അതിവിദഗ്ധമായിട്ട് എല്ലാ തെളിവോടും കൂടെ തന്നെ വേദ ആ ഒരു കേസിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നുണ്ട്. വേദ ആ ഒരു വക്കീൽ കോട്ട് അണിഞ്ഞു വരുന്നത് കാണുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. മാത്രമല്ല ആദ്യത്തെ കേസ് തന്നെ വിക്രത്തിനെ ആയിരിക്കും വേദ ഇറക്കിക്കൊണ്ടുവരുന്നത്. വേദ കേസ് ജയിച്ച് നേരെ ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്തിന് ശങ്കരനാരായണന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരിക്കലും തൻ്റെ മോളെ അടുക്കളയിൽ തളച്ചിടാനല്ല, തൻ്റെ മോൾക്ക് നല്ലൊരു ഭാവി. വേദമോള് കേസ് വാദിച്ച് ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ അച്ഛനും ദീപ്തിയും വേദയും കൂടെ ഒന്നിച്ചു നിന്നൊരു സെൽഫി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും ഇനി പവിത്രത്തിൽ വരാൻ പോകുന്നത് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.